മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL കിരീട നേട്ട ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും വിട്ട് 11 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആരാധകർക്ക് ഫ്രീ പാസ് ഉണ്ടാകുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് കൂടുതൽ പേർ സ്റ്റേഡിയത്തിലെത്താൻ കാരണമായി. അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ബംഗളൂരുവിൽ നിന്ന് ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ 5000-ഓളം പേരവിടെ എത്തുമെന്ന് ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ല എന്ന് ഉപമുഖ്യമന്ത്രി പറയുന്നു. ഇപ്പോൾ അതിനൊരു കാരണമാണല്ലോ വന്നിരിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ ഒരു പ്രചാരണം. ക്രിസ്റ്റിന, ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലാണുള്ളത്. RCBയുടെ ഈറ്റില്ലത്ത്. ആ ഈറ്റില്ലത്തിൽ ഇന്നലെ സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാക്കാൻ ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെയും നമ്മളെ സഹായിക്കും. കാരണം ഇത് സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തകർത്തിരിക്കുന്നത്. അതിനപ്പുറം ഈ താഴെ കാണുന്ന കാഴ്ചകളാണ് ഇന്നലത്തെ ഈ ഒരു സംഭവത്തിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ഏതാണ്ട് ഒരു 10,000-ഓളം പേരുടെ ചെരുപ്പുകൾ ഇങ്ങനെ ഗ്രൗണ്ടിൻ്റെ പല ഭാഗങ്ങളിലായി അത് സ്റ്റേഡിയത്തിലേക്ക് കയറുന്നതിന് മുൻപും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 1000-ലധികം പേരുടെ ചെരുപ്പുകൾ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാം. അത്രത്തോളം ആളുകൾ പേടിച്ച് ഇറങ്ങി ഓടിയതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ പ്രധാനമായിട്ടും ഈ പാസ് എടുത്ത ആളുകൾക്ക് മാത്രം, ആരാധകർക്ക് മാത്രമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കയറാൻ കഴിയുന്നത്. അപ്പോൾ ഏതാണ്ട് വാട്സപ്പിലടക്കം ഒരു സന്ദേശമുണ്ടായി. ചില ഓൺലൈൻ സൈറ്റുകളിലടക്കം ഇത്തരത്തിൽ ഫ്രീ പാസ് സ്റ്റേഡിയത്തിൽ കൊടുക്കുന്നുണ്ട്. അത് ഇന്ന ഗേറ്റുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ലഭിക്കും എന്നുള്ളൊരു സന്ദേശം വാട്സപ്പുകളിലടക്കം ഇങ്ങനെ പ്രചരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകളും ഇവിടേക്ക് എത്തിയത്. 3 ലക്ഷത്തോളം പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്നലെ രാത്രി ഏറ്റവും അവസാനമായി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം പേർ എത്തുന്ന ഒരു ഗ്രൗണ്ട്, 35,000 ഗ്രൗണ്ടിൻ്റെ കപ്പാസിറ്റി. IPL ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് നമ്മുടെ ഫൈനൽ നടന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. അവിടെ 1 ലക്ഷത്തോളം പേർ അവിടെ എത്തുന്നുണ്ടായിരുന്നു. അതും മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി 3 ലക്ഷത്തോളം പേർ എത്തുന്നു. അവിടേക്കാണ് ഇത്തരത്തിൽ 5000 പോലീസിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിന്യാസം നടക്കുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന 4 ഗേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ അപകടം ഉണ്ടായത്. ഈ ആളുകൾ തിക്കിലും തിരക്കിലും പെടുന്ന സ്ഥിതിഗതികൾ ഉണ്ടാകുന്നത്. അതിൽ തന്നെ 4ാമത്തെ ഗേറ്റ് നമ്പർ 4, ഗേറ്റ് നമ്പർ 7, അതിൽ ഗേറ്റ് നമ്പർ 7ലാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത്. അത് ഈ പ്ലേയേഴ്സൊക്കെ വരുന്നത് കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു മെയിൻ എൻട്രിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നിലവിൽ ഈ ഫ്രീ പാസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി വലിയ തോതിൽ മാറിയിട്ടുണ്ട്. രാജ്യത്തൊന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി കൂടി ഈ കാര്യം ചർച്ചയാകുന്നുണ്ട്. അതിൽ BJP പ്രധാനമായും ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ മേൽ ഈ ഒരു പഴി വലിയ തോതിൽ ഇടുക, അവരെ കൂടുതലായി സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം BJP ഇപ്പോൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇരുവർക്കും ഇടയിലുള്ള ഒരു മേൽക്കോയ്മ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം, തമ്മിലുണ്ടായ ഒരു മത്സരവും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരവുമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. കാരണം ഇന്നലെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വിക്ടറി പരേഡിന് അനുമതി നൽകരുത് എന്നുള്ളൊരു വിവരം, ഒരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതാണ്ട് അത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നു എന്ന തരത്തിലാണ് BJP നേതാക്കളും ചില സോഴ്സുകളുമൊക്കെ പറയുന്നത്. എന്നാൽ DK ശിവകുമാർ ഇതിൽ ഇടപെടുകയും അതൊരു സർക്കാരിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി മാറ്റുകയും വിക്ടറി പരേഡിന് അനുമതി നിഷേധിച്ചെങ്കിൽ പോലും വലിയ ഒരു പരിപാടി ചിന്നസ്വാമി സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചു. ആളുകളെ യാതൊരു തരത്തിലും തടയേണ്ട എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ഏതാണ്ട് 3 ലക്ഷത്തോളം പേർ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ വിവിധ ഗേറ്റുകൾക്ക് മുന്നിലായി നിരക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ 5000 പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വലിയ അപകടമുണ്ടാകുന്നു. അകത്തേക്ക് കയറിയവരും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരും ഒപ്പം തന്നെ സ്റ്റേഡിയത്തിനുള്ളിലുള്ളവരും അങ്ങനെ വലിയൊരു കൂട്ടം
അതിൻ്റെ ഇടയിൽ പെട്ടുപോയവരാണ് ഈ അപകടം ഉണ്ടായവരിൽ ഈ മരിച്ചവരിൽ അധികവും ഉള്ളത്. എന്തായാലും മരിച്ചവരുടെ വിവരങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. 11 പേരിൽ 9 പേരെയും തിരിച്ചറിഞ്ഞിരുന്നു. നിരവധി പേർ സമീപത്തെ പല ആശുപത്രികളിലായി 4 ആശുപത്രികളിൽ പ്രധാനമായും ചികിത്സയിലുണ്ട്. ഇന്നും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം എന്തായാലും നടത്തുന്നുണ്ട്. ഒരു മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് നടക്കുന്നത്. BJP ഒക്കെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മജിസ്ട്രേറ്റ് തല അന്വേഷണമാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അന്വേഷണ റിപ്പോർട്ട് എന്താകും എന്നുള്ളതും പ്രസക്തമാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഉപമുഖ്യമന്ത്രി പോലീസിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിരുന്നത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് ഇതിനെ ന്യായീകരിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടാവാറുണ്ട്. തങ്ങളുടെ കയ്യിൽ ഇത് നിന്നില്ല എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ജീവനും എന്ത് വിലയാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കിട്ടുക, ഏത് തരത്തിലാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ സർക്കാരിന് കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ചോദ്യമൊക്കെയും ഉയർന്നു വരുന്നുണ്ട്. IPL എന്തായാലും വിഷയത്തിൽ ഇടപെടും. BCCI IPL ചെയർമാൻ അടക്കം ഇന്നലെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. BCCIയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അങ്ങനെ താരങ്ങളുടെയൊക്കെ പലതരത്തിലുള്ള ട്വീറ്റുകൾ വരുന്നു. അപ്പോഴും എന്തുകൊണ്ട് ഇത്രയും പേർ മരിച്ചപ്പോൾ ഇതിനകത്ത് ആഘോഷം തുടർന്നു എന്ന ചോദ്യവും പ്രസക്തമായി നിൽക്കുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രത്യാരോപണങ്ങൾ, ഒപ്പം തന്നെ പ്രത്യക്ഷത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആരോപണങ്ങൾ, പിന്നീട് ഈ IPL കമ്മിറ്റി പോലും അറിയാതെ എങ്ങനെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ കഴിയും എന്നുള്ള ഒരു സാങ്കേതികമായ ചോദ്യം, അതൊക്കെ അവിടെ നിൽക്കുകയാണ്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പ്രസ്റ്റീജ് കാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ അഭിമാനം അതിലേക്ക് ചുരുക്കിക്കൊണ്ട് ഒരു ഫ്രാഞ്ചൈസിയുടെ വിജയാഘോഷത്തിൽ തങ്ങളുടെ അഭിമാനം ഇരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഒരു സർക്കാർ ഇടപെട്ടോ എന്നുള്ള ചോദ്യമൊക്കെയും വരികയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഈ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടമുണ്ടായി എന്നത് പുറത്തു വരാനിരിക്കുന്നുണ്ട്. BJPയുടേതടക്കമുള്ള പ്രതിഷേധം ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിയുടെയും കൂടുതൽ ഇക്കാര്യത്തിലുള്ള വിശദീകരണങ്ങളും കേൾക്കാൻ കഴിയും. സ്റ്റീന, ഇപ്പോൾ ഇത് വലിയ തോതിൽ നടന്ന ഒരു വിജയാഘോഷമാണ്. പക്ഷേ അത് വലിയ ആസൂത്രണമൊന്നുമില്ലാതെ സംഘടിപ്പിച്ചു എന്നതാണല്ലോ ഉയരുന്ന വലിയ വിമർശനങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ടോ റഹീസ്? ഉന്മേഷ്, ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ആദ്യത്തെ വാക്കുകൾ തന്നെയാണ്. കാരണം ഒന്നാമത് അദ്ദേഹത്തിനോട് ആദ്യം ഇത് സംബന്ധിച്ച പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം മെനഞ്ഞാന്ന് നടന്ന ഫൈനലിൻ്റെ RCBയുടെ പ്രകടനത്തെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ തന്നെ ഇത് എത്രമാത്രം സീരിയസ് ആയി കണ്ടിരുന്നു എന്നുള്ള കാര്യം ഒന്ന്. രണ്ടാമത് 5000 പോലീസുകാരെ വിന്യസിച്ചിരുന്നു എന്നാണ് ഉപമുഖ്യമന്ത്രി പറയുന്നത്. ബംഗളൂരു സിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും വിന്യസിച്ചിരുന്നല്ലോ എന്നുള്ളൊരു മറുപടി മറിച്ച് മുഖ്യമന്ത്രിയും സിദ്ധരാമയ്യയും നൽകുന്നുണ്ട്. മാത്രമല്ല ഈ പരിപാടി നടത്തിയത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ്, അവരാണ് ഇതിൻ്റെ ചുമതലക്കാരെന്ന് പറഞ്ഞ് ഒഴിയാൻ കൂടി സിദ്ധരാമയ്യ ശ്രമിക്കുകയും ചെയ്തു. ഇതിൽ ഇന്നലെ രാവിലെ മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ടീമിൻ്റെ വിക്ടറി പരേഡ് നടക്കുമ്പോൾ അതിന് വലിയ മുന്നൊരുക്കം ആവശ്യമുണ്ട്. ഓപ്പൺ ബസ്സിലാണ് ആ വിക്ടറി പരേഡെങ്കിൽ അത്തരത്തിൽ RCB പോലൊരു ടീമാകുമ്പോൾ അത് കേവലം ബംഗളൂരു സിറ്റിയെ കർണാടകയും ഒക്കെ മാറ്റി നിർത്തിയാൽ അത് കേരളത്തിൽ നിന്നടക്കം ഒരു വൻ പട എത്താനുള്ള സാധ്യത നമ്മൾ കാണേണ്ടതുമുണ്ട്. അപ്പോൾ രാവിലെ പോലീസ് ഇതിന് അനുമതി നിഷേധിക്കുന്നു. തങ്ങൾക്ക് 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും വേണം ഇത്തരത്തിലൊരു പരിപാടി നടത്താനെന്ന് കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ അതിനെ തുടർന്ന് വിക്ടറി പരേഡ് ഒഴിവാക്കുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നു. അപ്പോഴാണ് അതൊരു വലിയ ക്യാമ്പയിനായി മാറുന്നത്. ഷെയിം ഓൺ കർണാടക സർക്കാർ എന്നുള്ള ഹാഷ്ടാഗിൽ വലിയൊരു ക്യാമ്പയിനായി ഈ വിഷയം മാറുകയാണ്. അങ്ങനെ മാറുമ്പോഴാണ് അത് സർക്കാരിൻ്റെ ഒരു അഭിമാന പ്രശ്നം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ വിഷയത്തിൽ DK ശിവകുമാർ ഇടപെടുന്നു. പ്രത്യേകിച്ച് സ്പോർട്സുമായൊക്കെ വലിയ താല്പര്യമുള്ള ഒരു ഉപമുഖ്യമന്ത്രിയാണ്, ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇടപെടുന്നു. അദ്ദേഹം നേരിട്ട് എയർപോർട്ടിൽ എത്തുന്നു, വിരാട് കോഹ്ലിയെ കാണുന്നു, RCBയുടെ കൊടിയുമായി കാറിൽ റാലി ചെയ്യുന്നു, അതിൻ്റെ റീല് പോസ്റ്റ് ചെയ്യുന്നു.
അങ്ങനെ സർക്കാർ ഇത് തങ്ങളുടെ ഒരു പരിപാടിയാക്കി മാറ്റാൻ, തങ്ങളുടെ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു പരിപാടിയാക്കാനുള്ള ഒരു ശ്രമം ഇതിനിടയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അപ്പോൾ തന്നെയും എതിർദിശയിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് വൈകിട്ട് 3 മണിയോടുകൂടി മാത്രമാണ് ഒരു വലിയ പോലീസ് സന്നാഹം ഈ സ്റ്റേഡിയത്തിന് ചുറ്റാകുകയും വരുന്നത്. അപ്പോഴേക്കും കാണികൾ നേരത്തെ എത്തി, പോലീസ് വൈകി എത്തി എന്ന രീതിയിലേക്ക് ഏതാണ്ട് ഇവിടുത്തെ സാഹചര്യം മാറി. അങ്ങനെ മാറിയത് കൊണ്ടാണ് കൂടുതലായും ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അവിടേക്ക് പിന്നീട് പോലീസിന് വലിയ കൺട്രോളുകൾ, ഒരു മോബ് വന്നു കഴിഞ്ഞ് അവിടേക്ക് എത്തുന്ന പോലീസിനുണ്ടാകുന്ന പരിമിതി സ്വാഭാവികമായിട്ടും ഇവിടെയും പോലീസിനുണ്ടായി. ശേഷം അവർക്ക് വലിയ തോതിൽ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എത്ര പേർ അകത്ത് കയറിയെന്നറിയില്ല, എത്ര പേർ പുറത്തുണ്ടെന്നറിയില്ല, ടിക്കറ്റ് എടുത്ത് എത്ര പേർ ഉണ്ടെന്നറിയില്ല. അങ്ങനെ ആരെയും പറഞ്ഞു വിടാൻ കഴിയാത്ത, അല്ലെങ്കിൽ സ്റ്റേഡിയം ഫില്ലായതിനു ശേഷം ബാക്കിയുള്ളവരെ ഒഴിവാക്കി വിടുക എന്നുള്ളൊരു തന്ത്രമാണ് പോലീസ് ഇവിടെ പയറ്റിയത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, ചിന്നസ്വാമി താരതമ്യേന കപ്പാസിറ്റി കുറവുള്ള ഒരു സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിൽ 35,000 പേർ അല്ല സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പേർ സ്റ്റേഡിയത്തിലേക്ക് തിങ്ങി നിറഞ്ഞ് ഇരുന്നു കഴിഞ്ഞിരുന്നു. ശേഷമാണ് ഈ കുറേ പേർ അകത്തേക്ക് കയറിയവരെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഗേറ്റ് ക്ലോസ് ചെയ്തു. ഗേറ്റുകൾ എല്ലായിടത്തെയും ക്ലോസ് ചെയ്തിട്ട് അകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് ഇറക്കാനും കഴിയുന്നില്ല. പുറത്തുണ്ടായിരുന്ന ബാക്കിയുള്ളവർ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഒരു മഴ പെയ്തു ഇവിടെ. അങ്ങനെ ആകെ മൊത്തം കുഴപ്പമാവുകയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മനുഷ്യരുടെ ശരീരത്ത് തന്നെ ചവിട്ടി പുറത്തിറങ്ങി രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു. അങ്ങനെ ചിലർ മരത്തിന് മുകളിൽ കയറി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അങ്ങനെ ആകെ ഒരു നിലയ്ക്കും സമീപകാലത്ത് ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ആവേശം അതിര് കടന്നു. ആ ആവേശം അതിര് കടന്നതാണ് ഒന്നാമത്തെ ഒരു വലിയ പ്രശ്നമായി മാറിയത്. അതിനപ്പുറം പറയുന്ന സുരക്ഷ ഒരുക്കുന്നതിലുണ്ടായ വീഴ്ച, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പോലും സർക്കാർ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു ഭാഗത്ത് ഉപമുഖ്യമന്ത്രി ആദ്യം ക്ഷമ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നു. പക്ഷേ അതേസമയം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വന്നപ്പോൾ അത് കാര്യങ്ങൾ വേറൊരു നിലയിലേക്കായി. അതായത് അദ്ദേഹം പറയുന്നത് ഇത് തങ്ങളുടെ ഒരു പിഴവല്ല, മറിച്ച് ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടതെന്നാണ്. ഇനി ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, RCB മാനേജ്മെന്റ് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ചില പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ട്രാഫിക്കിൽ അടക്കമുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചിലരുടെയൊക്കെയും ബൈറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫ്രാഞ്ചൈസിക്ക് നിർബന്ധമുണ്ട് എന്ന നിലയിൽ തങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. തങ്ങളോട് പോലീസ് അത്തരത്തിൽ സംസാരിച്ചിരുന്നു. തങ്ങളോട് അത്തരത്തിലുള്ളൊരു വിവരമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അപ്പോൾ 3 മണിക്ക് ശേഷമാണ് പലരോരും ഡ്യൂട്ടിക്ക് വരാൻ പോലും പറഞ്ഞത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രാഞ്ചൈസി എന്ത് നിലപാടെടുത്തു എന്നുള്ളത് പ്രധാനമാണ്. മറിച്ച് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എത്രമാത്രം നിർബന്ധം പിടിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സർക്കാർ ഏത് നിലയ്ക്കാണ് ഇതിനെ കാര്യങ്ങൾ കൈക്കൊണ്ടത്, തങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമായി, തങ്ങളുടെ ഒരു നേട്ടമായി ഒക്കെയും ഇത് മാറ്റാൻ അത് ശ്രമിക്കുമ്പോൾ എത്രമാത്രം സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടക്കും, വലിയ വിമർശനം നടക്കും. അത് ഒരു പക്ഷേ ദേശീയ തലത്തിൽ തന്നെ അത് കോൺഗ്രസ് കർണാടക സർക്കാരിനെ, കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും അടക്കം വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ളതാണ് സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും മരണസംഖ്യ ഒരർത്ഥത്തിൽ 11-ൽ നിന്നു എന്നുള്ളതും ആശ്വാസകരമാണ്. കാരണം അത്രയും പേർക്കല്ല സാരമായി പരിക്കേറ്റിട്ടുള്ളത്, അതിൽ കൂടുതൽ പേർക്ക് പരിക്കേറ്റിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ട് അത് 11-ൽ നിൽക്കുകയും ചെയ്തു. നിലവിൽ കുറേ പേരൊക്കെ ആശുപത്രി വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും സാരമായി പരിക്കേറ്റ കുറച്ചു പേർ മാത്രമാണ് ആശുപത്രിയിൽ തുടരുന്നത്. അങ്ങനെ ആ നിലയ്ക്ക് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് സർക്കാർ. ഈ ഇരയായവർക്കൊക്കെ, അതായത് മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചികിത്സാ സഹായം ഏറ്റെടുക്കുമെന്ന്, ഈ പരിക്ക് പറ്റിയവരുടെ ചികിത്സാ സഹായം ഏറ്റെടുക്കുമെന്നുള്ള വിശദീകരണമൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും പ്രതിഷേധം ആളിക്കത്തുകയാണ്. കാരണം ഇഷ്ട ടീം 18 വർഷത്തിനു ശേഷം കിരീടം നേടി നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അതിന് സുരക്ഷ ഒരുക്കാൻ കഴിയാതെ പോയ ഒരു സർക്കാർ, അവരുടെ പരിപാടി കൃത്യമായി നടത്താൻ കഴിയാതെ പോയൊരു സർക്കാർ എന്ന
പഴി എന്തായാലും സിദ്ധരാമയ്യ സർക്കാർ കേൾക്കുന്നുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ആളിക്കത്തിക്കുക എന്നുള്ളതായിരിക്കും BJPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം തന്നെ ഇത് എങ്ങനെയെങ്കിലും അത് ഡിഫെൻഡ് ചെയ്ത് അതിനെ മറികടക്കുക. ഇനിയൊരു അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് പോലീസിനും സർക്കാരിനും തട്ടുകേടില്ലാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ളൊരു നീക്കമായിരിക്കും ഇപ്പോൾ എന്തായാലും കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു IPL പോലെ ഒരു ഫ്രാഞ്ചൈസി മത്സരം, ഒരു ലീഗ് മത്സരം, അത് ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരു വർഷവും ഈ 18 വർഷമായി 5 തവണ മുംബൈ ജേതാക്കളായിട്ടുണ്ട്, 5 തവണ ചെന്നൈ ജേതാക്കളായിട്ടുണ്ട്. ഇത്രയധികം ആരാധകരുള്ള ഒരു ടീം തന്നെയാണ് RCB. അവിടെ രണ്ടിടത്തും ഇതുപോലുള്ള പരിപാടികൾ മുൻപ് നടന്നിട്ടുമുണ്ട്, ഇതിലും വലിയ ഇവൻറ്റുകൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത ഒരു വലിയ പ്രശ്നമാണ് എന്തായാലും ബംഗളൂരുവിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഏത് നിലയ്ക്ക് ഇനി മറികടക്കും സർക്കാർ എന്നുള്ളത്, എന്ത് തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടായിരിക്കും വരിക എന്നുള്ളത് പ്രസക്തമാണ്. അന്വേഷണ റിപ്പോർട്ടിൽ മിക്കവാറും ഈ ഫാൻസ് ടിക്കറ്റ് ലഭിക്കും, അവർക്ക് ഫ്രീ ടിക്കറ്റ് ലഭിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരാനാണ് സാധ്യത. ഉന്മേഷ്. റഹീസ്, അതുപോലെ 35,000 പേർക്ക് അവരെ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്റ്റേഡിയം, അവിടെ 3 ലക്ഷം പേരെത്തുന്നു, അവർക്ക് വേണ്ടി 5,000 പോലീസ് മാത്രവുമല്ല ചെറിയ ഗേറ്റുകളാണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെത്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണാനും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും സാധിച്ചില്ല എന്ന കാര്യം അവിടെയുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമുള്ള ബസ്സിലെ ആഘോഷങ്ങളുടെ വീഡിയോ അത് വളരെ വിമർശനാത്മകമായി പലരും ചർച്ച ചെയ്തതാണ്. അതിനുശേഷം അത് പിൻവലിച്ചു. ഈ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ടീം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രതികരണം എപ്പോഴേക്ക് വരും, അത് ഏത് രീതിയിലായിരിക്കുമെന്ന് കരുതുന്നു? ക്രിസ്റ്റീന, ഇന്നലെ ഈ ഒരു അപകടം നടന്നതിന് ശേഷം, ഇത്ര പേർ മരിച്ചു എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും RCB വി പെയിൻറ്റഡ് ഇറ്റ് റെഡ് എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ ഒരു സ്ഥിരം ഒരു ഡയലോഗാണത്. അതായത് അവർ ഇവിടെ ആകെ ചുവപ്പിൽ മുക്കി എന്ന തരത്തിൽ അവരുടെ ജേഴ്സിയുടെ നിറം, ഫ്രാഞ്ചൈസിയുടെ നിറം, അത്തരത്തിലാണ് അവർ എപ്പോഴും അവരുടെ ടീമിനെ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ആ നിലയ്ക്ക് തന്നെയുള്ള പല വീഡിയോകളും RCBയുടെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. കാരണം 18 വർഷം ഒരു ടീമിന് വേണ്ടി കിരീടം നേടാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ആരാധകരുടെ ഒരു കാത്തിരിപ്പാണ്. അവർ അങ്ങനെയാണ് ആ ടീമിന് വേണ്ടി നിലകൊണ്ടത്. സ്വാഭാവികമായിട്ടും IPL പോലെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിൽ എന്തൊക്കെ വാശിയും വീറുമുണ്ടോ, ഏതൊക്കെ തരത്തിൽ ട്രോൾ ചെയ്യപ്പെടുമോ, അതെല്ലാം ഏറ്റുവാങ്ങി അതിനൊക്കെ ശേഷം അവർ വിജയിച്ച് ഇവിടേക്ക് അവരുടെ വിജയം ആഘോഷിക്കാൻ എത്തുകയാണ്. ആ ആഘോഷിക്കാൻ എത്തുമ്പോൾ അത് വിരാട് കോഹ്ലി ആഹ്വാനം ചെയ്യുക കൂടി ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്നതൊന്നുമല്ല സെലിബ്രേഷൻ, ഞങ്ങൾ നാളെ ബംഗളൂരുവിലേക്ക് എത്തും, ഞങ്ങളുടെ ടൗണിലേക്ക് എത്തും, അവിടെ വെച്ച് ആഘോഷം കാണാമെന്ന് വിരാട് കോഹ്ലി പോലും പറയുന്ന സാഹചര്യത്തിൽ അവരെന്തായാലും ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുന്നവർ ഇവിടെ പുറത്ത് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണ ദേഹത്ത് ചവിട്ടേറ്റ് മരിക്കുമ്പോഴാണ് അകത്ത് വലിയൊരു ആഘോഷം നടക്കുന്നത്. ആ ആഘോഷം പിന്നീട് IPL ചെയർമാൻ കൂടി ഇടപെട്ടുകൊണ്ടാണ് ആ ആഘോഷം നിർത്തിവയ്പ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴും അവസാനവും സംസാരിക്കുന്നത് കോഹ്ലിയാണ്. കോഹ്ലി അപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഫാൻസിന് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഫാൻസിന് ഏറ്റവും മധുരമുള്ള നിമിഷമായിരിക്കും ഇതെന്നൊക്കെയാണ് വിരാട് കോഹ്ലി പറയുന്നത്. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നു, ആരൊക്കെയോ ഇടപെടുന്നു. ആ ഇടപെടലിന് ശേഷം ഈ പരിപാടി നിർത്തിവെക്കുന്നു. എന്നാലും ഈ 10 മിനിറ്റിനുള്ളിൽ പരിപാടി നിർത്തിവെച്ചു എന്ന് സിദ്ധരാമയ്യ പറഞ്ഞാലും അല്ലെങ്കിൽ DK പറഞ്ഞാലും അത് പല മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അത് 10 മിനിറ്റിലെ ഒരു പരിപാടി ആയിരുന്നില്ല. ചിലപ്പോൾ ചില നൃത്ത പരിപാടികളൊക്കെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണും. അത് ഒഴിവാക്കി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇന്നലെ ഒഴിവാക്കിയിരുന്നില്ല. ഈ ഒരു കാണികൾക്ക് ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരു പര്യടനം നടത്തി ടീം വാക്ക് ചെയ്ത് ചാൻഡ് ചെയ്ത തങ്ങളുടെ ട്രോഫി ഉയർത്തിക്കൊണ്ട് അതെല്ലാം നടത്തിയതിനു ശേഷം, സാമാന്യ രീതിയിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും നടത്തിയതിനു ശേഷം മാത്രമാണ് ടീം മടങ്ങിയത്. അതിന് പിന്നാലെ ഓരോ പോസ്റ്റിനും അങ്ങനെ വിമർശന പെരുമഴ പെയ്യുന്നത് കണ്ടിട്ടാണ് RCB ഒരു വിശദീകരണ കുറിപ്പിറക്കുന്നത്. അത് തന്നെയും തങ്ങൾക്ക് വലിയ നടുക്കമുണ്ട്, ഇത്തരത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തങ്ങൾ ഈ ഒരു ആഘോഷം നിർത്തിവെച്ചു എന്നതടക്കമുള്ള ഒരു വിശദീകരണ കുറിപ്പ്, അതും ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു വിശദീകരണ കുറിപ്പ് RCBയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ താഴെയും വരുന്ന വിമർശനം അത്
ഡൈ ഹാർഡ് RCB ഫാൻസ്, അത്രമാത്രം 18 കൊല്ലം ഈ ടീമിനെ സ്നേഹിച്ച ആരാധകർ പോലും ആ ടീമിനെ തള്ളി പറയുന്ന നിലയിലേക്കുള്ള കമന്റുകളാണ് അതിന് താഴേക്ക് വരുന്നത്. അത് ആ പോസ്റ്റ് തന്നെയാണ് വിരാട് കോഹ്ലി തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അത്രമേൽ സങ്കടമുണ്ട് എന്ന രീതിയിലേക്ക് ഒരു ഷെയർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് കായിക ലോകത്തുള്ള പലരും ഇത് പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഒരു അനൗചിത്യ കുറവുണ്ട്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. കാരണം അകത്തിങ്ങനെ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ പുറത്ത് അവരുടെ ആരാധകർ തന്നെ പിടഞ്ഞു വീഴുകയാണ്. ഈ ആരാധകർക്ക് വേണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ടീം കിരീടം നേടുന്നത്. കാരണം താരങ്ങൾക്ക് അവരുടെ ശമ്പളവും മറ്റ് ഫീസുകളും ഒക്കെ കൃത്യമായി ലഭിക്കാറുണ്ട്. ഈ ആരാധകർക്ക് വേണ്ടി ഈ ടീം കപ്പ് നേടി വരുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം നടന്നത് ഒട്ടും നീതീകരിക്കാൻ കഴിയില്ല. ഉന്മേഷ്, ശരി. കൂടുതൽ വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ പോരാട്ടം മുറുകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ്. PV അൻവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമോ എന്ന് ഇന്നറിയാം. തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ചിഹ്നവും ഇന്ന് ലഭിക്കും. കഴിഞ്ഞ 2 തവണയും PV അൻവർ മത്സരിച്ച് വിജയിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കുമെന്നാണ് അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇന്നാണ്. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. അവസാന നിമിഷം ഒരു മനംമാറ്റം ഉണ്ടാകുമോ PV അൻവറിനെന്ന് ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു പാർട്ടികളുടേതായിട്ടുള്ള പ്രചാരണ പരിപാടികളും ഇന്ന് പൊടിപിടിക്കുമല്ലോ. നമസ്കാരം ക്രിസ്റ്റിന, ഉന്മേഷ്. ഇന്ന് ശരിക്കും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്ന ദിനമാണ്. കാരണം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നേരത്തെ പല തെരഞ്ഞെടുപ്പുകളും ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവാറില്ല. കാരണം നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞാൽ മുന്നണികൾ ഈ പ്രചാരണത്തിന് ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ ദിവസം അപ്രസക്തമാണ്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ദിവസത്തെ പ്രസക്തമാക്കുന്നത് അൻവർ എന്ന ഫാക്ടർ തന്നെയാണ്. കയ്യിൽ നയാ പൈസയില്ല, മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അൻവർ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് തൃണമൂൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറയുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അയാൾ സ്വതന്ത്രനായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ശരിക്കും മറ്റൊരു സംസ്ഥാനത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഈ സംസ്ഥാനത്ത് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. പക്ഷേ ഇത്തരത്തിലൊരു പിഴവ് അൻവറിന് എങ്ങനെ സംഭവിച്ചെന്ന ചോദ്യം രാഷ്ട്രീയ കേരളം ഉയർത്തിയിരുന്നു. ഈ പിഴവ് മനഃപൂർവ്വം PV അൻവർ വരുത്തിയ രീതിയിൽ രാഷ്ട്രീയ വിമർശനം ഉയരുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ തൃണമൂലിൻ്റെ ബന്ധനങ്ങളില്ലാതെ സ്വയം തീരുമാനമെടുക്കാനും ഭാവിയിലേക്ക് അടക്കം ഏത് മുന്നണിയിലേക്കും എങ്ങനെ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു PV അൻവറിൻ്റെതായിരുന്നു പ്രധാനമായും ഉയർന്നൊരു ആരോപണം. അതിനുമപ്പുറത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിന്നാൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം അൻവറിന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് മത്സരരംഗത്ത് തന്നെ പിന്മാറാൻ കഴിയും. ഈ ഒരു ആശ്ചര്യവും ഈ ഒരു കൗതുകം തന്നെയാണ് ഇന്ന് നമ്മൾ മുറ്റുനോക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നാടകീയത ഈ ദിനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് പ്രധാനമായും ഉയരുന്നത്. അതായത് അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി വ്യക്തമായി അറിയാൻ സാധിക്കുന്ന ദിനം കൂടിയാണ് ഇന്നുള്ളത്. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു വാർത്തകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിറ്റിലേക്ക് വരിക. നമുക്ക് പ്രധാനമായും പറയേണ്ടത് ഇനി കറക്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 13-14 ദിവസങ്ങൾ മാത്രമാണ് ഈ ജനഹിതം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് വരാനുള്ളത്. അത് വളരെ ചുരുങ്ങിയ ദിനം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളുടെ ഒരു ദൈർഘ്യമെടുത്ത് പരിശോധിച്ചാൽ ഈ നിലമ്പൂരിൽ ആ ദിവസങ്ങൾ വളരെ പരിമിതമാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിനത്തിൽ പരമാവധി ജനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളും അവരുടെ ആശയങ്ങളും എത്തിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ മുമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടി കാടടച്ചുള്ള പ്രചാരണമാണ് 3 മുന്നണികളും മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പര്യടനങ്ങളിലാണ് ഫോക്കസ് നൽകിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും സമാനമായ രീതിയിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇനി NDAയുടെ കാര്യത്തിൽ ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ പിന്നിലെത്തിയെങ്കിലും, അതായത് അവസാനമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ട്രാക്കിലേക്ക് കുതിപ്പേകാൻ വേണ്ടി ഇന്ന് സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ NDAക്ക് വേണ്ടി ഇന്ന് നിലമ്പൂരിലെത്തുന്നുണ്ട്. ഇന്ന് NDAയുടെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ചൂടുപിടിച്ച തീ പാറുന്ന പോരാട്ടത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കളമായി നിലമ്പൂരിന്റെ മണ്ണ് മാറുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഴ അല്പം മാറി നിന്നതോടെ ചുവരെഴുത്തുകളുമായി നിലമ്പൂർ മണ്ഡലത്തിൽ മുന്നണികൾ സജീവമായി. വനിതകൾ ഉൾപ്പെടെയാണ് തകൃതിയായി ചുവരെഴുത്തുകളിലേക്ക് കടന്നത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും രാഷ്ട്രീയം പറഞ്ഞ നേതാക്കളും എത്തുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതോടെ ബുക്ക് ചെയ്തിട്ട ചുവരുകളെല്ലാം എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ അത് പ്രവർത്തകരെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് മാറി നിന്നൊരു സാഹചര്യത്തിൽ എന്തും വരട്ടെ എന്നുറപ്പിച്ച് ചുവരെഴുത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് കോവിലത്തുമുറിയിൽ M സ്വരാജിന് വേണ്ടി ചുവരെഴുതുകയാണ് ഇവിടെ വനിതാ പ്രവർത്തകർ.
ഫ്ലെക്സ് ബോർഡുകൾ മാത്രം പോരാ, ആർട്ടിസ്റ്റുകൾക്കൊപ്പം ചുമരെഴുത്തുകളിൽ പങ്കാളികളായി വനിതാ പ്രവർത്തകരും. ഞങ്ങളെ ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ ചുമരൊക്കെ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മഴ ചെറിയൊരു പ്രശ്നമായി. എന്നാലും കുഴപ്പമില്ല. സ്ഥാനാർത്ഥീനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചുമരെഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സ്ക്വാഡ് വർക്ക് ഇപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ സ്ക്വാഡിലിറങ്ങി. മണ്ഡലത്തിന്റെ ഉൾമേഖലകളിൽ വരെ പ്രചാരണം സജീവം. വിവാദങ്ങൾക്ക് മറുപടിയും രാഷ്ട്രീയം വിശദീകരിച്ചും നേതാക്കൾ തന്നെ കളം നിറയുന്നു. കുടുംബയോഗങ്ങളും കൺവെൻഷനുകളും രാത്രി വൈകിയും നീളുന്നു. 21 മന്ത്രിമാരുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കാര്യം നടത്താൻ പണം കൈക്കൂലി വാങ്ങി, കമ്മീഷൻ വാങ്ങി എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ UDF-ന്റെ കാലത്ത് എന്തായിരുന്നു? പുസ്തകം അച്ചടിക്കാൻ കൈക്കൂലി, സ്കൂളുകൾ നൽകാൻ കൈക്കൂലി. ഈ നിലമ്പൂരിന്റെ ഒരു ചരിത്രം എടുക്കുക. 34 കൊല്ലമായി 5 പുഴകളായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം ഇന്ന് എല്ലാ അർത്ഥത്തിലും പുറം ലോകമായി ബന്ധപ്പെടുത്താൻ നമ്മളെ സഹായിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ ഇവിടെ ഈ നിയോജകമണ്ഡലത്തിന്റെ ജനപ്രതിനിധികളായ കാലഘട്ടത്തിലാണ്. ചൂടുപിടിച്ച ചർച്ചയാണ് എങ്ങും. വോട്ട് വരുന്ന വഴിയും പോകുന്ന വഴിയുമെല്ലാം കണക്കുകൂട്ടി തല പുകയ്ക്കുകയാണ് മുന്നണികൾ. ടീം 24 നിലമ്പൂർ. ഇന്ന് അറഫ സംഗമം. ഹജ്ജ് തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം. അറഫയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ 2ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമമാണ് ഇന്ന്. ഞാനിപ്പോൾ ഉള്ളത് അറഫയിലാണ്. അറഫയിൽ ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ താമസിക്കുന്ന ടെൻറ്റുകളിലാണ് ടെൻറ്റുകൾക്ക് സമീപത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കാണുന്ന ടെൻറ്റുകളിലൊക്കെയാണ് ഏതാനും ഇന്ത്യക്കാർ താമസിക്കുന്നത്. വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ശീതീകരിച്ച ടെൻറ്റുകളാണ്. നല്ല കനത്ത ചൂടിന് ആയിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്ന് നേരത്തെ തന്നെ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഇന്ന് ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുറത്തിറങ്ങരുത് എന്നാണ് മന്ത്രാലയം തീർത്ഥാടകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം. ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. അറഫയിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി തീർത്ഥാടകർ കഴിയും. മസ്ജിദ് നമിറ പള്ളിയിലും അതോടൊപ്പം തന്നെ ജബൽ റഹ്മ മലയിലുമെല്ലാം തീർത്ഥാടകർ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകും. ഹജ്ജിനെത്തിയ എല്ലാ തീർത്ഥാടകർക്കും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ഏക കർമ്മം കൂടിയാണ് അറഫ സംഗമം. ഏതായാലും ഇന്ന് രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തീർത്ഥാടകർ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങും. ഇന്ന് രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകർ താമസിക്കുക. അതിനുശേഷം നാളെ ജംറയിലെ കല്ലേർ കർമ്മത്തിനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ച് തീർത്ഥാടകർ നാളെ രാവിലെ മീനായിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഇന്ന് പരിസ്ഥിതി ദിനാചരണത്തിന് മുന്നോടിയായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമായ പുത്തുമലയിൽ മരം നടുന്നവരുടെ സംഗമം നടന്നു. വനമേഖലയെ കൂടുതൽ ഹരിതാഭമാക്കാനും ഉരുൾപൊട്ടലിനെ ചെറുക്കാനും ഉൾപ്പെടെയുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മരനടൽ ഉദ്യമത്തിന്റെ ഭാഗമായി. സംരക്ഷിക്കാം സംരക്ഷിക്കാം പശ്ചിമഘട്ടം സംരക്ഷിക്കാം പശ്ചിമഘട്ടം സംരക്ഷിക്കാം. കാടും മേടും നമുക്ക് വേണ്ടി തോടും പുഴയും നമുക്ക് വേണ്ടി പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ കുഞ്ഞുബാലിക റൂഹി മൊഹസബ് പുത്തുമലയിൽ ആദ്യ തൈ നട്ടു. ചെങ്കുത്തായ പ്രദേശങ്ങളിൽ നിരവധി തൈകൾ നട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും അടക്കമുള്ളവർ ഒത്തുചേർന്നത്. കാടും മേടും തോടും പുഴയും സംരക്ഷിക്കാം നമുക്ക് വേണ്ടി, കടുവയും പുലിയും നമുക്ക് വേണ്ടി. ആഴത്തിൽ വേരൂന്നി മണ്ണൊലിപ്പിനെ തടയുന്ന വിധത്തിലുള്ള വൃക്ഷത്തൈകളാണ് നടാനായി തെരഞ്ഞെടുത്തത്. പരിസ്ഥിതി പ്രവർത്തകനും പാലക്കാട് സ്വദേശിയുമായ എസ് ഗുരുവായൂരപ്പനാണ് ഈ ദൗത്യത്തിന് നേതൃത്വം വഹിച്ചത്. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമല മേഖല നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാര്യം, ഇവിടെ പുത്തുമലയിൽ പണ്ട് ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ഒരു ആൽമരം ഇവിടെ ഒരുപാട് പേരെ സംരക്ഷിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് നമുക്ക് കാടിനെയും ഈ മലയെയും സംരക്ഷിക്കാനായിട്ട് ആൽവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ആശയം വന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉദ്യമത്തിന്റെ ഭാഗമായി. ഈ തൈ നടീൽ മാത്രമല്ല, അതിൻ്റെ തുടർ പരിചരണം 3 വർഷം തന്നെ അത് തുടർ പരിചരണം നടത്തി അതിൻ്റെ പരിപാലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ, MGNRG ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു വൃക്ഷനടിയിൽ
പദ്ധതി ആണ് നമ്മളിന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളതും. രാജ്യത്തുടനീളം വേരുകളുള്ള മരം നടുന്നവരുടെ കൂട്ടായ്മയുടെ 10ാം വാർഷികത്തിലാണ് പുത്തുമലയിൽ ഈ ഒത്തുചേരൽ നടന്നത്. മേപ്പാടി മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഈ പ്രവൃത്തിയുടെ ഭാഗമായി. 24 വയനാട്. പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ സംസ്ഥാനത്തെ നിലവിലെ ഏറ്റവും വലിയ ആശങ്ക കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ കണ്ടെയ്നർ മാലിന്യങ്ങളാണ്. ആശങ്കയില്ലെന്ന് ആശ്വസിപ്പിക്കുമ്പോഴും ഗുരുതര പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ കേരളത്തിന്റെ കടലിനെ കാത്തിരിപ്പുണ്ടോ? പ്രതിസന്ധി പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമങ്ങളാണ് നടക്കുന്നത്. മെയ് 25-നാണ് സംസ്ഥാനത്തിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളാണ്. ഇതിൽ കടലിൽ എത്ര എണ്ണം വീണെന്നതിൽ ഇപ്പോഴും നിശ്ചയമില്ല. 100-നടുത്ത് കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടാകാമെന്നാണ് നിഗമനം. കേരളത്തിന്റെ വിവിധയിടങ്ങളിലായി കണ്ടെത്തിയത് 59 കണ്ടെയ്നറുകളാണ്. കേടുകൂടാതെ ലഭിച്ചത് 18 എണ്ണം. കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് അപകടകരമായ രാസവസ്തുക്കളടക്കമാണ്. ഇതിനോടകം പ്ലാസ്റ്റിക് തിര ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മാലിന്യം അടിഞ്ഞുകൂടിയതാണ് മാലിന്യ നീക്കത്തിലെ പ്രധാന പ്രതിസന്ധി. മതിയായ സംവിധാനത്തിന്റെ പോരായ്മയും പ്രശ്നമാണ്. തീരത്തടിഞ്ഞ മാലിന്യങ്ങൾക്ക് മുകളിൽ തിര വന്നടിഞ്ഞ് വീണ്ടും മണൽ മൂടിയതും പ്രതിസന്ധി. അപകടത്തിന്റെ ആഴവും വ്യാപ്തിയും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും പഠിക്കാൻ പ്രത്യേക സമിതികളെ നിയോഗിച്ചിട്ടുണ്ട്. മുങ്ങിയ കപ്പലവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും കണ്ടെത്താൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരും ഉടനെത്തും. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മൾട്ടി ബീം സർവേ സംവിധാനം ഉപയോഗിച്ച് വെള്ളത്തിൽ മുങ്ങിയ കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഈ സംരംഭം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള DG ഷിപ്പിംഗ് ആയിരിക്കും നടത്തുക. സംസ്ഥാനത്തിന്റെ കടലിലുണ്ടായ ആശങ്കയകലാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. 24 തിരുവനന്തപുരം. നീണ്ടനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ ജനത. ഇടുക്കിക്ക് ഒരു റെയിൽപാത എന്നത് മാത്രമല്ല, 2 പതിറ്റാണ്ടിലേറെയായി ക്രയവിക്രയം പോലും അസാധ്യമായിരുന്ന ഭൂമിക്ക് മൂല്യം വരുന്നതിന്റെ സന്തോഷം കൂടിയാണ് നാട്ടുകാർക്കുള്ളത്. വരുന്ന തലമുറയ്ക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റേ ആവില്ലേ, അവർക്ക് ഓർക്കാമല്ലോ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു പോയി. കാരണം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യണ ഈ നാട്ടിലുള്ളവർക്കാണ്, ഇടുക്കി ജില്ലക്കാർക്കാണ്. അവർക്ക് എല്ലാ സാധനവും കൊണ്ട് നടക്കുമോ, അവിടെ പോവോ, അങ്ങോട്ട് പോവോ, ഇങ്ങോട്ട് പോവോ ചെയ്യാൻ പറ്റും. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുരയിടത്തിൽ വീണ സർവേ കല്ലുകൾ ഉണ്ണിയെപ്പോലെ പലർക്കും തലയിൽ ഇടുത്തി വീണതുപോലെയായിരുന്നു ഇതുവരെ. സ്വന്തം വീട് ഇടിഞ്ഞു വീഴാറാകുമ്പോഴും കഴുക്കോൽ പോലും മാറ്റാനാകാത്ത സ്ഥിതി. ഇന്നോ നാളെയോ റെയിൽവേക്കായി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നും പകരമായി കിട്ടുന്ന കാശ് പുതിയ ജീവിതത്തിന് സഹായകമാകുമെന്നും ആദ്യം വിശ്വസിച്ചു. പിന്നീട് പദ്ധതി പല കുറി ചുവപ്പ് നടയിൽ കുടുങ്ങി. ഭൂമി വിൽക്കാനോ പണയം വെക്കാനോ സാധിക്കാതായതോടെ ജീവിതം തന്നെ നിലച്ചു. ഇന്ന് പുതിയ പ്രതീക്ഷകളാണ്. വന്ന അഭിപ്രായവും ചർച്ചകളും നല്ലത് തന്നെയാണ്. ജനങ്ങളുടെ ഒരു ആശങ്ക മാറ്റിക്കൊണ്ട് ഈ പദ്ധതി കടന്നു വരികയാണെങ്കിൽ നാടിൻ്റെ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട ഇതായി കാണുന്നു. ഈ ആശങ്കകളിൽ നിന്നെല്ലാം ആകുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വികസനം എന്ന നിലയ്ക്ക് ഈ റെയിൽവേ അത്തരത്തിൽ തന്നെ കാണുന്നു. ശബരി റെയിൽപാതയുടെ നിർമ്മാണത്തിന് ആദ്യഘട്ട സ്ഥലം ഏറ്റെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുമെന്നാണ് വിലയിരുത്തൽ. കച്ചവട സാധ്യതയ്ക്കൊപ്പം യാത്രാ ദുരിതത്തിനും പരിഹാരമാകുമ്പോൾ ആശുപത്രി, വിദ്യാഭ്യാസം തുടങ്ങി സമഗ്ര മേഖലയിലും പ്രദേശത്തെ അനുബന്ധ വികസനങ്ങളും അതിനൊപ്പം വളരുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം കാലങ്ങളായി നിലനിന്ന ജീവിത പ്രതിസന്ധിക്കും. 24 തൊടുപുഴ. ഇനി കായിക വാർത്തകൾ. യുവേഫ നേഷൻസ് ലീഗ് ഫുട്ബോളിന്റെ ഫൈനൽ ചിത്രം ഇന്ന് വ്യക്തമാകും. 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ രാത്രി 12:30 മുൻ ജേതാക്കളായ ഫ്രാൻസിനെ നേരിടും. കിരീടം നിലനിർത്താൻ സ്പെയിൻ, തിരിച്ചുപിടിക്കാൻ ഫ്രാൻസ്. യുവേഫ നേഷൻസ് ലീഗിന്റെ സെമിയിൽ ഫൈനലിനെ വെല്ലുന്ന പോരാട്ടം. അപരാജിതരായി കുതിക്കുകയാണ് സ്പാനിഷ് അർമാഡകൾ. 2024 മാർച്ചിന് ശേഷം തോൽവിയെന്തെന്ന് അറിഞ്ഞിട്ടില്ല. 15 ജയങ്ങളും 3 സമനിലയുമായി മുന്നേറുന്ന ലാ റോജകൾ ഇതിനിടെ യൂറോപ്യൻ വൻകരയുടെ ചാമ്പ്യന്മാരുമായി. യുവാവേശവും അനുഭവ സമ്പത്തും സമാസമം ചേർത്തുള്ള ലാ ഫുവന്തയുടെ ടീമിന് അടുത്ത കൊല്ലത്തെ ലോകകപ്പ് ഒരുക്കമാണ് ഈ യുവേഫ നേഷൻസ് ലീഗ്. ലമീൻ യമാൽ, നീക്കോ വില്യംസ്, അൽവാരോ മൊറോട്ട, പെഡ്രി, കുബാർസി, സുബിമെൻഡി, ഡാനി ഓൾമോ, കിഡിലൻ പ്ലേയിങ് 11ഉം അതിനൊത്ത പകരക്കാരുമൊക്കെയായി
ടൂർണമെന്റിലെ ഫേവറേറ്റ്സുകളാണ് സ്പാനിഷുകാർ. കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനെതാ കണക്ക് തീർക്കാനുള്ള അവസരം. യൂറോ കപ്പിലെ സെമി തോൽവിക്ക് പകരം വീട്ടി ഫൈനലിലേക്ക് മുന്നേറുകയാണ് ഫ്രഞ്ച് പടയുടെ ലക്ഷ്യം. യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ എംബാപ്പയും ചാമ്പ്യൻസ് ലീഗിലെ താരമായ ഉസ്മാൻ ഡെംബേലയും ഉൾപ്പെടുന്ന ഫ്രാൻസ് ആക്രമണ നിര സ്പാനിഷ് ഗോൾ മുഖത്ത് നിരന്തരം ഭീഷണിയാകുമെന്നുറപ്പ്. ബലന്തോർ പുരസ്കാരത്തിനായുള്ള ലമീൻ യമാൽ ഉസ്മാൻ ഡെംബേലെ മത്സരത്തിലും ഈ കളി നിർണായകം. സ്പോർട്സ് ഡെസ്ക് 24. സെൻട്രൽ ഏഷ്യ വോളിബോൾ അസോസിയേഷന്റെ നേഷൻസ് ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ പുരുഷ ടീമിന് ഫൈനലിൽ തോൽവി. നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ഇറാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് ഇറാന്റെ കിരീട നേട്ടം. KCA NSK 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ എറണാകുളം ചാമ്പ്യന്മാർ ഫൈനലിൽ കമ്പൈൻഡ് ഡിസ്ട്രിക്ട്സിനെ 9 വിക്കറ്റിന് തോൽപ്പിച്ചു. മഴയെ തുടർന്ന് VJD നിയമപ്രകാരമാണ് വിജയികളെ നിശ്ചയിച്ചത്. സൗഹൃദ മത്സരത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് തോൽവി. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തായ്ലൻഡ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ സെമി പോരാട്ടമെന്ന് ഇഗ സിയാംതെക്ക് അരീന സബലെങ്കയെ നേരിടും. ലിയോ ബോയ്സ്നാണ് കോക്കോ ഗൌഫിന്റെ എതിരാളി. പുതിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ബ്രസീൽ ടീം ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇക്വഡോറാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 4:30 മത്സരം. കൂടുതൽ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ബലപരിശോധനാ റിപ്പോർട്ട് കോഴിക്കോട് NIT ഇന്ന് സമർപ്പിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് മനു എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ലൈഫ് മിഷൻ പദ്ധതി പുനരാരംഭിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത്. നേരത്തെ ബലപരിശോധന സംബന്ധിച്ച പഠനത്തിൽ നിന്ന് പാലക്കാട് IIT പിന്മാറിയിരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാർത്തികപ്പള്ളി താലൂക്കിലെ പള്ളിപ്പാട് തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിനും അവധിയാണ്. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഈക്വറ്റോറിയൽ ഗിനിയ, എറിട്രിയ, ഹെയ്ത്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് യാത്രാവിലക്ക്. അമേരിക്കയെ അപകടകാരികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് യാത്രാവിലക്കെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, വീണ്ടും ട്രംപിന്റെ ഒരു ഇടപെടൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിലക്ക്? എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. 2ാം ടേമിലും ഡൊണാൾഡ് ട്രംപ് ചില രാജ്യങ്ങൾക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ 12 രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്രാവിലക്കാണ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ യാത്രാവിലക്ക് ഉള്ള പട്ടികയിൽ പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, അതുപോലെ ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് യാത്രാവിലക്ക്. ഇതുകൂടാതെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂബ, സിയറ ലിയോൺ, അതുപോലെ വെനിൻസുല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ ഭാഗിക യാത്രാവിലക്ക് ഉള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയാകുന്നുവെന്ന് കാണിച്ചാണ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോളറോഡോയിൽ ബൗൾഡറിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം, അത് ശരിയായ പരിശോധനയ്ക്കൊന്നും വിധേയരാകാത്ത വിദേശ പൗരന്മാരുടെയും അതുപോലെ അമേരിക്കയിൽ താൽക്കാലിക സന്ദർശകരായിട്ട് ഇവിടെ വന്നിട്ട് ഈ വിസ കഴിഞ്ഞാലും ഇവിടെ തങ്ങുന്ന നിരവധി പേരുണ്ട്. അവരുടെ പ്രവേശനം അമേരിക്ക നേരിടുന്ന ഭീഷണിക്ക് അടിവരെ ഇടുന്നതാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നാണ് ഓവൽ ഓഫീസിൽ ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ഓർക്കണം, ആദ്യ ടീമിൽ, അതായത് 2017 ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോഴും ഇതുപോലുള്ള യാത്രാവിലക്ക് ചില രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേർന്നത്. 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാവിലക്കും പൂർണ്ണമായ യാത്രാവിലക്കും 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗികമായ യാത്രാവിലക്കുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 100ഓളം പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം. ആക്രമണത്തിൽ 440 പേർക്ക് പരിക്കുപറ്റിയതായും മന്ത്രാലയം. ഖാൻ യൂനൂസിലെ സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം 18 പേരുടെ മരണം സ്ഥിരീകരിച്ചു.
ആണവ കരാറിൽ ഏർപ്പെടാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളി ഇറാൻ. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ UN രക്ഷാസമിതിയിൽ US വീറ്റോ ചെയ്തു. 14 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. ഇറ്റലിയിലെ കമ്പനി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയിൽ സുപ്രധാന നിക്ഷേപ പദ്ധതികൾ നടത്തുമെന്ന് വിവിധ കമ്പനികളുടെ പ്രഖ്യാപനം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലിഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പുടിൻ പറഞ്ഞെന്നും ട്രംപ്. കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ യമൻ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലെത്തിയ 9-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 2 പേരെയാണ് കാണാതായത്. പുതുവൈപ്പ് ബീച്ചിൽ കുളിക്കുന്നതിനിടെയാണ് ഇവർ തിരയിൽപ്പെട്ടത്. യമൻ പൗരന്മാരും സഹോദരങ്ങളുമായ ജുബ്രാൻ, അബ്ദുൾ സലാം എന്നിവരെയാണ് കാണാതായത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ഇന്നത്തെ ഈ തെരച്ചിൽ എങ്ങനെയായിരിക്കും? ക്രിസ്റ്റീന, മെയ് 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ യുവാക്കളെ കാണാതായത്. അവർ കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിൽ ഈ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി എത്തിയതാണ്. ഇതിൽ വെച്ചാണ് വളപ്പ് ബീച്ചിൽ വെച്ച് 2 പേരെ കാണാതാകുന്നത്. ഏകദേശം 2 ദിവസം പൂർണ്ണമായും തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിട്ടില്ല. കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം സ്കൂബ ടീമിന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. വളപ്പ് ബീച്ചിലാണ് ഇവരെ കാണാതായെങ്കിലും സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ പരിശോധന തുടരുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സും ഒക്കെ പങ്കുവെക്കുന്നത്. ഇവരുടെ 2 പേരുടെയും മാതാപിതാക്കളും സഹോദരന്മാരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇന്നലെ ബീച്ചിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. ഇന്നത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡും പറയുന്നത്. ക്രിസ്റ്റീന, മാസം 2-ാം തീയതിയാണ് തിരയിൽപ്പെട്ട് ഇവരെ കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതായത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം ചെല്ലാനം കണ്ണമാലി കടലേറ്റ വിഷയം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പഞ്ചായത്തിനോടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടും ഫയലുകളുമായി ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലാക്രമണത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളുടെ പ്രശ്ന പരിഹാരത്തിനായി സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി ജില്ലാ കളക്ടറോട് കോടതി തേടിയിരുന്നു. 2021 മുതൽ തുടരുന്ന പൊതു താൽപര്യ ഹർജിയിലാണ് നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇനി ചില അറിയിപ്പുകൾ നോക്കാം. കൊച്ചി മരട് നഗരസഭയിൽ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണം ഇന്നു മുതൽ 1ഉം 2ഉം സോണുകൾ വിഭജിച്ച് ജലവിതരണം. ഇന്ന് 1-ാം സോണിലേക്കാണ് വിതരണമെന്ന് ജല അതോറിറ്റി. എറണാകുളം മുളന്തുരുത്തിയിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 1402 ഒഴിവുകളിലേക്കായി തൊഴിൽമേള ഇന്ന് നടക്കും. മുളന്തുരുത്തി നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് മേള. കോഴിക്കോട് മുക്കിലങ്ങാടി, പൂവാറമ്മൽ, എയർസെൽ എന്നീ ട്രാൻസ്ഫോമറും വാരിക്കുഴി ട്രാൻസ്ഫോമറിന്റെ മുക്കിലങ്ങാടി ഭാഗത്തും ഇന്ന് വൈദ്യുതി മുടങ്ങും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് വൈദ്യുതി നിയന്ത്രണം. തൃശൂർ എറിയാട് ഗവൺമെന്റ് ITI പ്രവേശനത്തിന് വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. ഇന്ന് രാവിലെ 10 മുതൽ 24 വൈകിട്ട് 5 വരെയാണ് വെരിഫിക്കേഷൻ. 20 വൈകിട്ട് 5 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. യുവജനകാര്യ കായിക മന്ത്രാലയം മേര യുവഭാരത് പോർട്ടലിൽ ജില്ലയിലെ പോസ്റ്റ് ഓഫീസ് ഡിവിഷന് കീഴിൽ ഇന്റേൺഷിപ്പിന് അവസരം. 10-ാം ക്ലാസ്സോ അധിക യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 29. റോഡിനായി സ്ഥലം വിട്ടു നൽകിയ ഉടമയ്ക്ക് പണം നൽകാത്തതിനെ തുടർന്ന് സർക്കാർ വാഹനങ്ങൾ കോടതി ജപ്തി ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ 2 കാറുകളാണ് ജപ്തി ചെയ്തത്. ശാസ്തമംഗലം സ്വദേശി പ്രകാശ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതിയുടെ നടപടി. 24 ബ്രേക്കിംഗ്. വിവരങ്ങളുമായി MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. സർക്കാരിനും ജപ്തി. അപ്പോൾ ഇതിലെ പരാതി എന്തായിരുന്നു? വിവരങ്ങൾ.
ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൗതുകമുള്ള ഒരു വാർത്ത കൂടിയാണ്. കാരണം സർക്കാരിന്റെ മുതൽ ജപ്തി ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ 2009 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഈ കുമാരപുരത്ത് ഒരു ഉടമയിൽ നിന്ന് ഈ സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഈ സ്ഥലത്തിന് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന വാഗ്ദാനത്തിലാണ് ഈ സ്ഥലം ഏറ്റെടുത്തത്. പക്ഷേ പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉടമയ്ക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ല. വർഷങ്ങളോളം കേസുമായി ഉടമ മുന്നോട്ട് പോയി. 5 വർഷം മുമ്പ് ഈ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ആ നടപടി പോലും സർക്കാർ പാലിച്ചില്ല. പിന്നീടാണ് ഒരു ജപ്തി നടപടിയിലേക്ക് കോടതി പോയത്. അങ്ങനെ സർക്കാരിന്റെ പൊതുമുതൽ ജപ്തി ചെയ്തുകൊണ്ട് ഈ നഷ്ടപരിഹാരം ഈ സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടു. ഇതിന്റെ ഭാഗമായാണ് ആരോഗ്യ വകുപ്പിലെ 2 വാഹനങ്ങൾ ഇന്നലെ ജപ്തി ചെയ്തത്. ഈ ജപ്തി നടപടിയിലൂടെ ശരിക്കും ഒരു പണി കിട്ടിയത് ആരോഗ്യ വകുപ്പിനാണ്. ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിലുള്ള 2 കാറുകളാണ് ഇന്നലെ ജപ്തി ചെയ്തത്. ഈ 2 കാറുകളിലും ഇന്നലെയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരെത്തി ജപ്തി നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലെ ആസ്ഥാനത്ത് പാർക്ക് ചെയ്തിരുന്ന 2 എർട്ടിക കാറിലാണ് ഇത്തരത്തിൽ ജപ്തി നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളത്. വൈകാതെ തന്നെ ഈ വാഹനം സെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ലേലത്തിലേക്ക് പോകാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സർക്കാരിൻ്റെ തന്നെ വലിയൊരു കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിലൊരു നടപടി അല്ലെങ്കിൽ ആ ഒരു നാണക്കേട് തന്നെ ഉണ്ടാക്കാനുള്ള കാരണമായി മാറിയിട്ടുള്ളത്. 14 ലക്ഷത്തോളം രൂപയാണ് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുത്ത വകയിൽ ഉടമയ്ക്ക് കൊടുക്കാനുള്ളത്. പക്ഷേ ഈ തുക പിന്നീട് മാറി വന്ന പല സർക്കാരുകളും കൊടുക്കാതെ ഒരു അലംഭാവം കാണിച്ചു. അങ്ങനെയാണ് സർക്കാരിന്റെ മുതൽ തന്നെ ജപ്തി ചെയ്തുകൊണ്ട് ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ തിരുവനന്തപുരം സബ് കോടതി വിധിച്ചത്. ആ കോടതി വിധിയാണ് ഇന്നലെ നടപ്പാക്കിയത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ആസ്ഥാനത്തെത്തുകയും അവിടെ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകളിൽ ഇത്തരത്തിൽ ജപ്തി നോട്ടീസ് പതിപ്പിക്കുകയുമാണ് ചെയ്തത്. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ നേരത്തെ ഉണ്ടായിരുന്ന 15 വർഷം പഴക്കമുള്ള നിരവധി വാഹനങ്ങൾ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരുന്നു. ഡയറക്ടറേറ്റ് ആസ്ഥാനത്തും ഉണ്ടായിരുന്നു. ആ വാഹനങ്ങളൊക്കെ തന്നെ കണ്ടം ചെയ്ത് പോയതോടുകൂടി ഇവർ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ അടുത്താണ് കുറച്ച് വാഹനങ്ങൾ ആരോഗ്യവകുപ്പിന് നൽകിയത്. അതിലുള്ള 2 വാഹനങ്ങളാണ് ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ആസ്ഥാനത്തുണ്ട്. ഇതിൽ എന്ത് പോംവഴി ഇനി കാണുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന 2 വാഹനങ്ങളിലും ജപ്തി നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷ, ഇപ്പോൾ ഈ നേരത്തെ കോടതിയുടെ നിർദ്ദേശമടക്കം ഉണ്ടായിരുന്നുവല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായത് ഈ തുക നൽകുന്ന കാര്യത്തിൽ? ഉന്മേഷ, തീർച്ചയായും വളരെ അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ 5 വർഷത്തോളം മുമ്പ് തന്നെ ഈ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് തിരുവനന്തപുരത്തെ 2ാം അഡീഷണൽ സബ് കോടതി വിധിച്ചതാണ്. പക്ഷേ ആ കോടതി ഉത്തരവ് പോലും പാലിച്ചില്ല. പിന്നീടാണ് വീണ്ടും ഈ ഉടമ കോടതിയെ സമീപിച്ചത്. അങ്ങനെയാണ് ഒരു ജപ്തി നടപടിയിലേക്ക് പോകാനുള്ള ഉത്തരവ് കോടതി എടുത്തത്. ആ ഉത്തരവിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ വാഹനം ജപ്തി ചെയ്തിട്ടുള്ളത്. ഈ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഭൂമി ഈ ഉടമ വിട്ടു നൽകിയത്. പക്ഷേ ആ ഉടമയ്ക്ക് ഒരു നഷ്ടപരിഹാരം ലഭിക്കാനായി 2009 മുതൽ 2025 വരെ കാത്തിരുന്നിട്ടും ആ നഷ്ടപരിഹാരം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പല സർക്കാരുകൾ മാറി വന്നു. പക്ഷേ അവരൊന്നും തന്നെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടതി ഉത്തരവ് പാലിക്കാനുള്ള ഒരു നടപടി എടുത്തിരുന്നില്ല. അങ്ങനെയാണ് ഇത്തരത്തിലൊരു സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം വന്നിട്ടുള്ളത്. ഇതിൽ ഇനി സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ്. കാരണം ഈ നഷ്ടപരിഹാരം തിരികെ നൽകുമോ അല്ലെങ്കിൽ ഇപ്പോൾ ജപ്തി ചെയ്തിരിക്കുന്ന ഈ 4 വണ്ടികൾ ലേലം ചെയ്ത് പോകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 2 കാറുകളാണ് ഇത്തരത്തിൽ ജപ്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ദൈനംദിന കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതിന് പ്രയാസങ്ങളുണ്ട്. കാരണം ഈ നിപ്പ ഒപ്പം നേരത്തെ ഈ കോവിഡ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ദൈനംദിന ആവശ്യങ്ങൾ അനവധിയാണ്. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഉപയോഗിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ 2 വാഹനങ്ങൾ കോടതി ജപ്തി ചെയ്തത്. ഉന്മേഷം, MG പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL കിരീട നേട്ട ആഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട 11 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആരാധകർക്ക് ഫ്രീ പാസ് ഉണ്ടാകുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് കൂടുതൽ പേർ സ്റ്റേഡിയത്തിലെത്താൻ കാരണമായി.
അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നാണ് BJPയുടെ ആവശ്യം. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തത്സമയം മുഹമ്മദ് റഹീസ്, വലിയ വിമർശനങ്ങൾ ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിലെ അനാസ്ഥ അത് പ്രകടമാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണല്ലോ റഹീസ്. കടുത്ത അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും, ഒപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ അനാസ്ഥയുണ്ടായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നലെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കാറാണിത്. ഈ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ അവസ്ഥയാണിത്. ഈ കാറ് അപകടത്തിൽപ്പെട്ടതല്ല. ഇതിലേക്ക് ആളുകൾ ഇടിച്ചു കയറുകയും ഒപ്പം തന്നെ ചവിട്ടി കയറുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഒരു കാറ് എങ്ങനെ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യമാണ് ഇത്. അതിൻ്റെ എത്രത്തോളം ഒരു ഇൻറ്റൻസിറ്റി അപകടത്തിനുണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. കാരണം അതിൻ്റെ ഗ്ലാസ് മുഴുവൻ ചവിട്ടിപ്പൊട്ടിച്ച് ആകെ ഏതാണ്ട് നമ്മൾ ഇതൊക്കെ തകർക്കുമ്പോൾ, വാഹനം തകർക്കുമ്പോൾ അത് ഇടിച്ച് ഏതായാലും അത് വേദന ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തും. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.